രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പുതിയ 2 ചെടികളെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഞാൻ 2 ചെടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മഞ്ഞ ബ്രൈഡൽ ബൊക്കെ, അതുപോലെ തന്നെ ലെമൺ വൈൻ. ഈ ചെടികൾ എന്നോട് കുറച്ച് കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അതിൻ്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മഡഗാസ്കർ ജാസ്മിൻ, സ്നോ റോസ് എന്ന 2 ചെടികളാണ്. അതിൽ മഡഗാസ്കർ ജാസ്മിനെ ആദ്യം പരിചയപ്പെടാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മഡഗാസ്കർ സ്വദേശിയാണ് ഈ ചെടി. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സ്റ്റെഫിനോട്ടിസ് ഫ്ലോറിബുണ്ട എന്നാണ്. പൂന്തോട്ട പരിപാലനം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ചെടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കും. കാരണം പൂക്കളുടെയും ചെടികളുടെയും ഭംഗി മാത്രമല്ല, ഇവയ്ക്ക് വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനുള്ള ഒരു കഴിവ് കൂടിയുണ്ട്. ഇവയുടെ വശ്യമായ സുഗന്ധം നമ്മുടെ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കും എന്ന് പറയപ്പെടുന്നു. അതെന്താവട്ടെ, വീട്ടിലൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ഇവയ്ക്കാവുമെന്നത് അനുഭവമാണ്. മാത്രമല്ല, ചൈനക്കാരുടെ വിശ്വാസമനുസരിച്ച് ഇവ മണി പ്ലാന്റ് ആണെന്നാണ് പറയുന്നത്. വളരെ അപൂർവമായിരുന്ന ഈ മുല്ലവള്ളികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലും പ്രചാരത്തിലായിട്ടുണ്ട്. ഇത് നടാൻ നല്ല വെളിച്ചമുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം. സാധാരണ മണ്ണ്, ചകിരിച്ചോറ്, പെർലറ്റ്, കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി എന്നിവയാണ് പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് വളർത്തുന്നതെങ്കിൽ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗം തന്നെ തിരഞ്ഞെടുക്കണം. കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് കൂടുതൽ പൂക്കളുണ്ടാവാൻ സഹായിക്കും. ഈ പൂക്കൾക്ക് സാധാരണ മുല്ലയേക്കാൾ വളരെ തിളക്കമുള്ള ഒരു വെള്ള കളറാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സുഗന്ധം പറയേണ്ട, ഭയങ്കര നല്ല സുഗന്ധമുള്ളൊരു ചെടിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു ചെടിയാണിത്. നീണ്ടുവരുന്ന പുതിയ തണ്ടുകളിലാണ് പൂക്കളുണ്ടാവുന്നത്. എല്ലാ വർഷവും റീപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ചെടിക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. എന്നാലും പൊട്ടാഷ് വളങ്ങൾ വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇലകൾക്ക് കൂടുതൽ നല്ല കടും പച്ച നിറവും അതുപോലെ തന്നെ കൂടുതൽ പൂക്കൾ ഉണ്ടാവാനും സഹായിക്കും. ഇൻഡോറായി നട്ട ചെടി ചട്ടിയോട് കൂടിയിട്ട് ഒരു പരന്ന ട്രേയിൽ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് ഉരുളൻ കല്ലുകൾ, നല്ല ഭംഗിയുള്ള ഷോ സ്റ്റോണൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ടിട്ട് അതിലേക്ക് പോട്ടോട് കൂടി ഇറക്കി വയ്ക്കുകയാണെങ്കിൽ ചെടിക്ക് ചുറ്റും ആവശ്യത്തിന് ഈർപ്പം ലഭിക്കും. വേനൽക്കാലത്താണ് ഇവയിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത്. മഡഗാസ്കർ ജാസ്മിൻ എന്ന ഈ ചെടിക്ക് വളരെ കുറച്ച് പരിചരണമേ ആവശ്യമുള്ളൂ. ഒരു PVC പൈപ്പ് വളച്ച് റിങ് പോലെ ആക്കി അതിൽ തുണിയോ കയറോ ചുറ്റിയാൽ ഇതിൽ കൂടെ ഈ വള്ളിച്ചെടികൾ പടർത്താൻ സാധിക്കും. അത് വളരെ ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാൻ. മാത്രമല്ല, നല്ല സുഗന്ധമുള്ള പൂക്കളായതിനാൽ വീടിനകവും പരിസരവും എല്ലാം സുഗന്ധപൂരിതമാവാൻ ഈ ഒരൊറ്റ ചെടി മാത്രം മതി. ഈ വസന്തകാലത്തിൻ്റെ തുടക്കത്തിലാണ് പൂക്കൾ ഉണ്ടാവുക. സാധാരണ മുല്ലയേക്കാൾ വലിപ്പമുള്ള പൂക്കൾക്ക് തിളക്കവും കൂടുതലാണ്. ഒറ്റവരി ഇതളുകളാണ് ഈ പൂക്കൾക്കുള്ളത്. ഇവയുടെ ചുവട്ടിലെ പോട്ടി മിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം നനച്ചാൽ മതി. ഓവർ വാട്ടറിങ്ങും അണ്ടർ വാട്ടറിങ്ങും ഈ ചെടി നശിച്ചു പോകാൻ കാരണമാകും. ഇതിൻ്റെ നല്ല ആരോഗ്യമുള്ള ചെടികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. പ്ലാന്റ് സൈസ് വീഡിയോയുടെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സ്നോ റോസ് എന്ന ഒരു ഇത്തിരി കുഞ്ഞിനെ കേട്ടോ. ഇതിനെ കണ്ടില്ലേ, കുഞ്ഞൊരു പൂവ്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഒറ്റ പൂവിൻ്റെ ഫോട്ടോ എടുത്തിട്ടുള്ളതാണ്. റൂബിയേസി കുടുംബത്തിലെ നിത്യഹരിത കുറ്റിച്ചെടിയാണ് സ്നോ റോസ്. 2 അടിയോളം പൊക്കത്തിൽ, 2 അടിയല്ല അതിൽ കൂടുതൽ വളരും. നമ്മളിതിന് വെട്ടി നിർത്തണം, അത് ഞാൻ പറയാം. ഈ ചെടിക്ക് ദ്രാവക രൂപത്തിലുള്ള വളങ്ങളാണ് കേട്ടോ നല്ലത്. ജെറിസ ജാപ്പോണിക്ക, സ്നോ ബുഷ്, സ്നോ റോസ് എന്നൊക്കെ പേരുണ്ടെങ്കിലും ഇവയിൽ 100 കണക്കിന് നക്ഷത്രങ്ങൾ പോലുള്ള കുഞ്ഞു പൂക്കളാട്ടോ ഉണ്ടാവുക. ഈ വീഡിയോയിൽ കാണുന്ന ചെടിയില്ലേ, ഇത് ഏകദേശം 1 വർഷം വളർച്ചയായിട്ടുള്ള ചെടിയാട്ടോ. ഇതിൽ കണ്ടോ, ഇപ്പം തന്നെ ഇതിൽ നിറയെ പൂക്കളുണ്ട്. ഇത് വെട്ടിക്കൊടുത്ത് എല്ലാ വർഷവും വെട്ടിക്കൊടുക്കണം. വെട്ടിക്കൊടുത്ത് നിർത്തുകയാണെങ്കിൽ ഇതിനൊരു 50 വർഷം വരെയൊക്കെ ഇതിന് ആരോഗ്യത്തോടെ ആയുസ്സോടു കൂടി നിൽക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണിത്. പക്ഷേ ഉച്ചവെയിലൊന്നും കൊള്ളരുത് കേട്ടോ. നല്ല തെളിച്ചമുള്ള സ്ഥലത്ത്, നല്ലപോലെ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് തന്നെ നടണം. ഈ ചെടീൻ്റെ വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രൂൺ ചെയ്യുന്നത്. പൂക്കൾ ഉണ്ടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ടത് പ്രൂൺ ചെയ്ത് കൊടുക്കാം. എത്രത്തോളം വെട്ടുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ടത് വീണ്ടും വളർന്നു വരും. അങ്ങനെ പ്രൂൺ ചെയ്യുകയാണെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അതിന് സ്ഥിരമായിട്ട് ഈർപ്പം നിലനിർത്തണം. സ്ഥിരമായിട്ട് ഈർപ്പം നിലനിർത്തുകയാണെങ്കിൽ പുതിയ തഴുപ്പുകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ.
അതുപോലെ തന്നെ ചെടികൾ വാടിപ്പോകാതിരിക്കാനും ഇവയ്ക്ക് എന്നും ഈർപ്പം ഉണ്ടാവുന്നത് ആവശ്യമാണ്. നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഉച്ചവെയിലേൽക്കരുത്. നേരിട്ട് വെള്ളമൊഴിക്കാതെ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ എപ്സം സാൾട്ട് നേർപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പൂക്കളുണ്ടാകും. വളരെ വേഗം നല്ല ആരോഗ്യത്തോടെ വളരുന്ന ഇവയുടെ വളർച്ചയ്ക്ക് കൃത്യതയും പരിചരണവും അത്യാവശ്യമാണ്. മണ്ണ്, മണൽ, ചകിരിച്ചോറ്, പെർലറ്റ് എന്നിവയാണ് ഇതിൻ്റെ പോട്ടി മിക്സ്. ഇതിൻ്റെ തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പ്ലാന്റ് സൈസ് ഇട്ട് തരാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാട്ടോ. ഈ ചെടികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുക, കോൺടാക്റ്റ് ചെയ്തോളൂ. ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ്. നട്ട് ഒരു 1-2 മാസം കഴിയുമ്പോഴേക്ക് തന്നെ ഇതിൽ പൂ വിരിയാൻ തുടങ്ങും. വളരെ നല്ല ചെടികളാണ് കേട്ടോ.